ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി സദ്യ സ്പെഷ്യൽ പുളിഞ്ചിയാണ് തയ്യാറാക്കുന്നത്. വളരെ രുചികരമായ ഈ ഒരു പുളിഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ചധികം തന്നെ പുളിഞ്ചി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് നമ്മുടെ ഉരുളി ചൂടായി കഴിഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 250 ml ഒരു കപ്പ് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് പച്ചമുളക് അരിഞ്ഞതും, അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതും, ഒരു പിടി കറിവേപ്പിലയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 സെക്കൻഡ് നേരം നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തീ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 സെക്കൻഡ് നേരം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല മൊരിഞ്ഞ് വരും. ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവുള്ള മുളകാണ്. പിന്നെ നമ്മുടെ പുളിഞ്ചി കുറച്ചധികം തന്നെയുണ്ട്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറാനായിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. 5 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുത്താൽ നല്ല മൂത്ത മണം വരും കേട്ടോ. നമ്മുടെ ഈ ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും ഈ പൊടികളും എല്ലാം തന്നെ കിടന്ന് നല്ല മൂത്ത് മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത്, ഞാനിവിടെ 2 വലിയ കപ്പ് പുളിയാണ് കേട്ടോ പിഴിഞ്ഞ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു 150 ഗ്രാം പുളിയെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി 2 കപ്പാക്കിയതിന് ശേഷം നമുക്കത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പുളിഞ്ചി കുറച്ചധികം തന്നെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ടാണ് ഇതുപോലെ കുറച്ച് അധികം വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പുളിയുടെ അളവും നമുക്ക് കൂട്ടിയെടുക്കാം. പുളിവെള്ളം ഇതുപോലെ 2 കപ്പ് നല്ല കറുത്ത പുളിയാണ് കേട്ടോ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ശർക്കരയാണ് കേട്ടോ, മണ്ണും പൊടിയൊന്നുമില്ലാത്ത ഫ്രഷ് ശർക്കര അച്ചും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കരയോളം വേണ്ടി വരും. അളവ് കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ. പുളിഞ്ചി നമുക്ക് ഇഷ്ടം പോലെ ഇത് വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി. ഇനി നന്നായി വെട്ടി തിളക്കുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു നുള്ള് കായം പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിച്ചത്, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി നമുക്ക് ഒരു നുള്ള് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വറ്റി കിട്ടണം, അതുവരെ നമുക്ക് ഇളക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പുളിഞ്ചി ഇവിടെ കുറുകി വന്ന് തുടങ്ങിയിട്ടോ. ഇനി നന്നായിട്ടൊന്ന് വറ്റി വരണം. നന്നായിട്ട് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇത് താളിക്കാനൊന്നുമില്ല, വളരെ രുചികരമായ ഒരു പുളിഞ്ചി കറിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് പുളിഞ്ചി തയ്യാറാക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.